ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസും കൊറിന്ത്യൻസും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഒരു ആവറേജ് പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിൽ ഇടം നേടാൻ നെയ്മർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇതേക്കുറിച്ച് നെയ്മർ ജൂനിയർ സംസാരിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തനിക്ക് മടങ്ങിയെത്തണം, അതിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, വേൾഡ് കപ്പ് കളിക്കണം. പക്ഷെ അതെല്ലാം തീരുമാനിക്കുന്നത് ബ്രസീലിന്റെ കോച്ചിങ് സ്റ്റാഫാണ്. ഇനിയിപ്പോൾ തന്നെ ടീമിൽ എടുത്താലും ഇല്ലെങ്കിലും താൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിന്റെ നാഷണൽ ടീമിൽ ഇടം നേടണം, അതിനു വേണ്ടിയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക, വേൾഡ് കപ്പിൽ പങ്കെടുക്കുക, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, അത് എൻ്റെ കൈകളിൽ അല്ല, കോച്ചിങ് സ്റ്റാഫാണ് തീരുമാനം എടുക്കേണ്ടത്. ബ്രസീൽ ടീമിൽ ഇടം നേടിയാലും ഇല്ലെങ്കിലും എപ്പോഴും ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നത്തോടുകൂടി നെയ്മറുടെ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. നെയ്മർ ജൂനിയർ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ എടുക്കില്ല എന്ന ഒരു നിലപാടിലായിരുന്നു കാർലോ ആഞ്ചലോട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലെ ചില താരങ്ങൾക്ക് പരിക്കേറ്റു. ഇതോടുകൂടിയാണ് ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ പരിഗണിച്ചു തുടങ്ങിയത്. ഏതായാലും അദ്ദേഹത്തെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.